നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. എക്കണോമിക്സ് അല്ലെങ്കിൽ ധനതത്വശാസ്ത്രത്തിലെ ഉന്നത ബിരുദം, ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു എക്കണോമിക്സ് പഠിക്കാനുള്ള അവസരമുള്ള ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് പൂനെയിലുള്ള ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എന്നുള്ളത്. ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ഉള്ള സ്ഥാപനമാണ്, മികച്ച ഒരു സ്ഥാപനമാണ്, നല്ല പ്ലേസ്മെൻ്റ് റെക്കോർഡുള്ള സ്ഥാപനമാണ്. അവിടെ നിങ്ങൾക്ക് ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും, അതായത് UG-ക്കും PG-ക്കും ചേരാൻ അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് 2021 ജൂൺ 15 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അവിടെ വെബ്സൈറ്റ് http:/gip.ac.in എന്നുള്ളതാണ്. അഡ്രസ് ഞാൻ പറയാം. ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്, ശിവാജി നഗർ, പൂനെ. 411004 എന്ന നമ്പറാണ്. ഫോൺ നമ്പർ ഉണ്ട് 02025683384 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇമെയിൽ ID ആണെന്നുണ്ടെങ്കിൽ admission@gip.ac.in എന്നുള്ളതാണ്. വെബ്സൈറ്റ് http:/gip.ac.in എന്നുള്ളത്. DMD യൂണിവേഴ്സിറ്റി ആണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് കോഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം MA എക്കണോമിക്സ്, MSc എക്കണോമിക്സ് ആണ്. 7 സ്ട്രീം ഉണ്ട്, 7 സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഓരോ സ്പെഷ്യലൈസേഷനും 60 സീറ്റുകൾ വീതമാണുള്ളത്. പ്രവേശനത്തിന് 50% മാർക്കോടെ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. SC/ST-കാരാണെങ്കിൽ 45% മാർക്ക് മതി. സ്പെഷ്യലൈസേഷനിലെ വിവിധ ബ്രാഞ്ചുകൾ എക്കണോമിക്സ്, ഫൈനാൻഷ്യൽ എക്കണോമിക്സ്, അഗ്രി ബിസിനസ് എക്കണോമിക്സ്, ഇന്റർനാഷണൽ ബിസിനസ് എക്കണോമിക്സ് ആൻഡ് ഫൈനാൻസ്, പോപ്പുലേഷൻ സ്റ്റഡീസ് ആൻഡ് ഹെൽത്ത് എക്കണോമിക്സ്, പബ്ലിക് പോളിസി, ജിയോ പൊളിറ്റിക്സ് ആൻഡ് ജിയോ എക്കണോമിക്സ് എന്നുള്ള അങ്ങനെ 7 ബ്രാഞ്ചുകളാണുള്ളത്. ഓരോ ബ്രാഞ്ചിലും 60 സീറ്റുകൾ വീതമുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ PG അടിസ്ഥാനമാക്കിയായിരിക്കും പ്രവേശനം എന്ന കാര്യം കൂടി, അതിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്തത് UG കോഴ്സാണ്. UG കോഴ്സ് BSc എക്കണോമിക്സിന് 150 സീറ്റുകളാണുള്ളത്. അതിനുവേണ്ടി യോഗ്യത 60% മാർക്കോടെ +2 പാസ്സാർക്ക് അപേക്ഷിക്കാൻ കഴിയും. SC/ST-കാരാണെങ്കിൽ 50% മാർക്ക് മതി. അടുത്തത് MA എക്കണോമിക്സ് ആണ്. 60 സീറ്റുകളാണുള്ളത്. അതിലേക്ക് വേണ്ടി യോഗ്യത 50% മാർക്കോടെ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. SC/ST-കാരാണെങ്കിൽ 45% മാർക്ക് മതിയാവും. അതിൽ BSc കോഴ്സിനാണെങ്കിൽ നമുക്ക് പല എക്സിറ്റ് ഓപ്ഷൻസും ഉണ്ട്. ഒരു വർഷം വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നവർക്ക് BSc സർട്ടിഫിക്കറ്റ് എക്കണോമിക്സ് മേടിച്ച് പുറത്തു പോകാൻ അവസരമുണ്ട്. 2 വർഷം വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നവർക്ക് BSc ഡിപ്ലോമ ഇൻ എക്കണോമിക്സ് എന്ന ബിരുദം ലഭിക്കും. 3 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് BSc ഡിഗ്രി ഇൻ എക്കണോമിക്സ് എന്ന സർട്ടിഫിക്കറ്റോടെ പുറത്തു പോകാൻ പറ്റും. 4 വർഷം വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നവർക്ക് BSc എക്കണോമിക്സ് ഓണേഴ്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ നേടി പുറത്തു പോകാൻ പറ്റും. ഇനി 7.5 കൂടുതൽ ഗ്രേഡ് പോയിന്റ് ആവറേജ് ഉള്ള 4 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ BSc എക്കണോമിക്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന ബിരുദത്തോടെ നിങ്ങൾക്ക് പുറത്തു പോകാൻ അവസരമുണ്ട്. അങ്ങനെ വിവിധ ഓപ്ഷൻസ് അവിടെ എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പം BSc എക്കണോമിക്സ് ഉണ്ട്, MA എക്കണോമിക്സ് ഉണ്ട്, MSc എക്കണോമിക്സ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി എടുക്കുക. ഇതിലെ പ്രവേശനം CUT സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ UG അതുപോലെ PG സ്കോർ അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു DMD യൂണിവേഴ്സിറ്റിയാണ്, പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെബ്സൈറ്റ് ഒന്നുകൂടി ഞാൻ പറയാം, http:/gip.ac.in. വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസ് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ലഭിക്കും. താല്പര്യമുള്ള ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്.